മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി മഹാലക്ഷ്മിയോടും കുഞ്ഞിനോടും ആ കൊടും ക്രൂരത ചെയ്യാൻ പോകുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. അതിന് ഉണ്ണിക്ക് കിട്ടുന്ന തിരിച്ചടിയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും. എന്തായാലും ഉണ്ണിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ദുർഗയ്ക്ക് നല്ല മാറ്റം ഉണ്ടെങ്കിലും അതാരും വിശ്വസിക്കണമില്ല. അമ്പലത്തിൽ വെച്ച് മഞ്ജുവിനെയും സാഗറിനെയും കാണുമ്പം ദുർഗ അവരോട് സംസാരിക്കാനായിട്ട് ചെല്ലണ സമയത്ത് മഞ്ജു ആണെങ്കിൽ വളരെ മോശമായി തന്നെ ദുർഗയോട് പെരുമാറുന്നുണ്ട്. ആ സമയത്ത് ദുർഗയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെ പഴയ ദുർഗയല്ല ഞാനിപ്പോൾ, എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു എന്ന് പറയുമ്പം അതെനിക്കറിയാം, സ്വന്തം ആങ്ങളെ അച്ഛനെ കൊന്നേന്ന് പറഞ്ഞപ്പോൾ ഉള്ള മാറ്റമല്ലേ, അത് താൽക്കാലികം മാത്രം. ഇനി ആ കൊലയാളികൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അമ്മ അവരുടെ സ്വഭാവം തന്നെയാവും. പിന്നെ അമ്മ ഒരു കാര്യം ഓർത്തു, അമ്മയുടെ മോനില്ലേ ഉണ്ണി, അയാൾക്കും ആ ഒരു സ്വഭാവം തന്നെയാണ്. ശരിക്കും കണ്ണേട്ടനെയും അച്ഛനെയും കണ്ടല്ല ഉണ്ണി വളർന്നേക്കണത് അമ്മയുടെ ആങ്ങളേനെയും ആ മേഘനെയും കണ്ട. എന്തായാലും ആ മേഘനെ ഞാൻ ഉപേക്ഷിച്ച് വന്നപ്പം അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു, അത് മാത്രമാണോ നേരത്തെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾക്ക് വിഷം തന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അത് നേരാ മോളെ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ അന്നത്തെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാ. ഇപ്പം ഞാൻ നല്ലോണം മാറി, ഇനി ഞാൻ കണ്ണനും മഹാലക്ഷ്മിയും പറയണത് അനുസരിച്ചേ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ല. എന്തായാലും കണ്ണൻ സാറിനോടും മേഡത്തിനോടും ഞങ്ങൾ പല പ്രാവശ്യം ഇത് പറഞ്ഞതാ, പക്ഷേ അവർക്ക് നിങ്ങളോടിപ്പോൾ ഒരു മനസ്സലിവുണ്ട്, അത് നിങ്ങൾ മുതലെടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് ഈ ജന്മം മാറാൻ പറ്റില്ല, അമ്മയുടെ മനസ്സ് മുഴുവൻ വിഷം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഈ വിഷവും വെച്ചുകൊണ്ട് ഏടത്തിയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. നിങ്ങളിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കാമല്ലോ, എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി. നിൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ണനെ നിങ്ങളെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. നീ വേണമെങ്കിൽ കണ്ണനോട് ചോദിച്ചു നോക്കുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ അമ്മ കണ്ണേട്ടനോട് ചെയ്യുന്ന ക്രൂരതയെ ഞാൻ കണ്ടിട്ടുള്ളൂ. കണ്ണേട്ടൻ വീൽ ചെയറിലായിരുന്നെങ്കിലും ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണേട്ടൻ എന്നെ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ മോനുണ്ടല്ലോ ഉണ്ണി എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. അയാൾക്ക് എന്നും സ്വത്തിനോടും പണത്തിനോടും മാത്രമായിരുന്നു ആർത്തി. അമ്മയുടെ ആങ്ങളേനെയും മേഘനെയും കൂട്ട് തന്നെ അയാളെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അത് മോളെ നീ പറഞ്ഞത് നേരെ. ഇപ്പം തന്നെ അച്ഛൻ മരിച്ചതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിയിട്ട് അനാഥാലയത്തിന് കൊടുക്കണമെന്ന് കണ്ണൻ പറഞ്ഞപ്പോൾ അവൻ പറയണത് അത് പറ്റില്ല, അവൻ്റെ വീതം അവനക്ക് തന്നെ കിട്ടണമെന്നാണ് പറയണേ. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മകൻ ഒരു ദുഷ്ടനാണ്. എന്തായാലും അമ്മ ഇത്രയും നാളും ആ മകന് വളം വെച്ച് കൊടുത്ത് വളർത്തുമല്ലായിരുന്നോ, ഇനിയിപ്പോൾ അയാൾ ചെയ്യുന്നതൊക്കെ അമ്മ അനുഭവിച്ചോ. അയാൾക്ക് എന്തായാലും അയാളുടെ പോലെ തന്നെ സ്വഭാവമുള്ളൊരു ഭാര്യനെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വത്തിന് വേണ്ടി അമ്മയെ കൊല്ലാനോ അയാൾ മടിക്കൂല, അമ്മ വേണമെങ്കിൽ സൂക്ഷിച്ച് നിന്നോളെ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അവനെ വിശ്വാസമില്ല മോളെ, നിങ്ങൾ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണം, ഞാൻ പഴയ ദുർഗയല്ല, ഞാനിപ്പോൾ ഒരു പുതിയ ആളാണ്. അനുഭവങ്ങൾ എന്നെ ഒരുപാട് മാറ്റി. കണ്ണനും മഹാലക്ഷ്മിക്കും അത് മനസ്സിലായി, പിന്നെ എന്താ നിനക്കൊന്നും മനസ്സിലാവാത്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മ എത്ര അഭിനയിച്ചാലും ഞങ്ങൾ ഈ ജന്മം അമ്മയെ വിശ്വസിക്കില്ല, അമ്മ ഇപ്പോൾ പോവാൻ നോക്കുന്നും പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ ദേഷ്യപ്പെട്ടതും ദുർഗ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തുവിൻ്റെ വീടാണ്. അനന്തുവിൻ്റെ വീട്ടിൽ ലേഹയും മഹാലക്ഷ്മിയും കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ലേഹ പറയുന്നുണ്ട്, ഈ നേരത്തെ ആരായിരിക്കും വന്നത്, ഇനിയിപ്പോൾ കണ്ണേട്ടനെ ആയിരിക്കുമെന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ ഈ സമയത്ത് വരില്ല, എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞേ വരുള്ളൂ, ലേഹ ചെന്ന് നോക്ക് ആരാന്ന് അറിയാലോ എന്ന് പറഞ്ഞതും നമ്മളുടെ അനന്ത് വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അനന്ത് ഡോറ് തുറന്നതും മുമ്പിൽ കാണുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. ദുർഗേനെ കണ്ടതും അനന്തുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവണില്ല. അനന്ത് മുഖം തിരിച്ചതും മോനെ അനന്തു എന്ന് പറഞ്ഞ് ദുർഗ വിളിക്കുമ്പം എന്താ നിങ്ങളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാൻ വന്നതാ മോനെ എന്ന് പറയണു. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ മഹീനെയും കുഞ്ഞിനെയും കണ്ടിട്ട് ആ കുഞ്ഞിനെയും അമ്മേനെയും കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ മോനെ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്, നിനക്ക് എന്നെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ നിങ്ങളെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നിങ്ങളിങ്ങനെ അധികം ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മോനെ ഞാൻ പഴയ ആ ദുർഗയല്ലടാ, ഞാൻ ഒരുപാട് മാറി, നിങ്ങൾ മാറിയാലും എത്രത്തോളം മാറുമെന്ന് ഞങ്ങൾക്കറിയാം, സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങൾ എന്ത് അഭിനയം വേണമെങ്കിലും കാഴ്ചവെക്കുമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇല്ലടാ അനന്തു, നിനക്ക് പണ്ട് അറിയാൻ പാടില്ലേ, കണ്ണൻ ചെറുതായിരുന്ന സമയത്ത് നീ എപ്പോഴും കണ്ണൻ്റെ ഒപ്പം വീട്ടിൽ വരുമായിരുന്നല്ലോ, അന്ന് ഞാൻ നല്ല സ്നേഹത്തിലല്ലേ നിന്നോടും കണ്ണനോടും പെരുമാറിക്കൊണ്ടിരുന്നത്, പിന്നീട് എന്താ നിങ്ങളുടെ ആ സ്നേഹം പോയെന്ന് വയ്ക്കുമ്പം അത് വിശ്വട്ടൻ മരിച്ചതിന് ശേഷം എൻ്റെ ആങ്ങളാന്ന് പറയണ ആ ദുഷ്ടൻ ഓരോന്ന് പറഞ്ഞു തന്ന് എൻ്റെ മനസ്സ് തിരിച്ചതുകൊണ്ടാടാ പിന്നെ നിന്നോടും കണ്ണനോടൊക്കെ ഞാൻ മോശമായി പെരുമാറിയ, അല്ലാതെ എനിക്ക് എൻ്റെ മനസ്സിൽ അവനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ അഭിനയമല്ല എന്ന് ആര് കണ്ടു, എന്തായാലും
ഇന്ന് വന്നത് വന്നു, ഇനി നിങ്ങൾ മേലാലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും കാണാൻ വന്നേ, എന്നാൽ നിങ്ങൾ പോയി മഹിയും കുഞ്ഞിനെയും കണ്ടിട്ട് ഇപ്പം തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞ് അനന്തു മാറിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ അകത്തേക്ക് കയറി വന്നതും ഈ ലേഖയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ അനന്തുവേട്ടാ വന്നതെന്ന് ചോദിച്ച്. അങ്ങനെ ലേഖയ്ക്കും ഈ ദുർഗേനെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, നിങ്ങളായിരുന്നോ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്, അനന്തുവേട്ടൻ എന്തിനാ ഇവർ അകത്തേക്ക് കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മഹിയും കുഞ്ഞിനെയും കാണണമെന്നും പറഞ്ഞ് വന്നതാ. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുതെന്ന്, എന്തായാലും വന്നതല്ലേ, തൽക്കാലം അവർ മഹിയും കുഞ്ഞിനെയും കണ്ടിട്ട് പോട്ടേന്ന്. അങ്ങനെ ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണെങ്കിൽ ദുർഗയെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആ അമ്മയായിരുന്നോ, വാ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചതും മോൾക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ എന്ന് ചോദിക്കുമ്പം ഞങ്ങളെല്ലാവരെയും വിശ്വസിക്കാറുള്ളൂ അമ്മേ, അല്ലാതെ ആരെയും ചതിക്കാറില്ല. അതുകൊണ്ട് അമ്മയുടെ മാറ്റം നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇനിയിപ്പോൾ അമ്മയുടെ അഭിനയമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഇനി എനിക്ക് ഒരിക്കലും അങ്ങനെ മാറാൻ പറ്റില്ല, അനുഭവം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയത്. എന്തായാലും എനിക്ക് മോളെയും കുഞ്ഞിനെയും കാണാൻ പറ്റിയില്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഇങ്ങനെ ഓമനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഇവരിനി അഭിനയിക്കണയാണോ അതോ ശരിക്കും മാറിയതാണോ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നുന്നുണ്ട്. ആ സമയത്ത് ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മതി, കുഞ്ഞിനെ മഹീനെയും കണ്ടില്ലേ, ഇനി നിങ്ങൾ പോവാൻ നോക്കുമെന്ന് പറയണു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ട ലേഖ, അമ്മയ്ക്ക് മാറ്റം ഉണ്ടെങ്കിൽ അമ്മ ഇവിടെ കുറച്ച് നേരം നിന്നോട്ടെ, എന്തായാലും കുഞ്ഞിനെ എന്നെയും കാണാൻ വന്നതല്ലേ എന്ന് വയ്ക്കുമ്പം ഇതാ മഹിയുടെയും കണ്ണേട്ടൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും സ്നേഹം കാണിച്ചാൽ അതെല്ലാം അങ്ങോട്ട് വിശ്വസിക്കും, എന്നിട്ട് ഇവർ ചതിക്കുന്നത് നിങ്ങൾ അറിയുമില്ല. എന്ന സമയത്ത് മഹി പറയുന്നുണ്ട്, അമ്മ ഇനി ഞങ്ങളെ ചതിക്കുവാണെങ്കിൽ അതിന് അമ്മയ്ക്കുള്ള തിരിച്ചടി ഭഗവാൻ തന്നെ കൊടുത്തോളും, എന്തായാലും അമ്മയ്ക്കിപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളത് കണ്ടില്ല എന്ന് നടിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ലേഖയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ആ പരമൻ എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് 50,000 രൂപ ATM നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഉണ്ണിക്ക് സന്തോഷമായിട്ട് കൊടുക്കണതൊന്നുമല്ല, ഉണ്ണിക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും കൊല്ലണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഈ പൈസ കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ആളെവിടെയെന്ന് ചോദിക്കുമ്പം ഈ പരമനാണെങ്കിൽ വേറെ 2 പേരുടെ അടുത്തേക്ക് ഉണ്ണിയെ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്നതും ഉണ്ണി വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം അവർ പറയുന്നുണ്ട്, മാർക്കോ ഇടപെടുന്ന കേസായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞങ്ങളിത് നടത്തി തരാം, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കൂടുതൽ തരേണ്ടി വരുമെന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എത്ര തരേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് 50,000 തന്നല്ലോ, ബാക്കി ഞങ്ങൾ ഇടയ്ക്ക് ചോദിച്ചോളാം, എന്തായാലും കാര്യം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഫുൾ എമൗണ്ടും കിട്ടണമെന്ന്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, കാര്യം കഴിഞ്ഞിട്ടല്ലേ എമൗണ്ട് തരണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാല് മാറിയാലോ, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, സ്വന്തം ഏട്ടൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാനല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഏതറ്റം വരെ ചിന്തിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. അങ്ങനെ ഉണ്ണി ഇഷ്ടപ്പെടണില്ലെങ്കിലും അവരോട് കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇത് നടത്തണ്ടേന്ന് ചോദിക്കുമ്പം ഇപ്പോൾ വേണ്ട, എന്തായാലും അവർ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് മതി, അപ്പോൾ വീടും പരിസരമൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതിനെന്താ നിങ്ങൾ കമലേശ്വരത്തേക്ക് പോരെ, ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ വിളിച്ചു പറയാം, അപ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഉണ്ണി വീട്ടിലോട്ട് പോരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നതും നോക്കുമ്പോൾ അവിടെ ദുർഗയില്ല. അപ്പോൾ കരുണയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല, അമ്പലത്തിൽ പോയതാണെന്നാണ് തോന്നണേ, രാവിലെ റെഡിയായി പോകണുണ്ടോ, എന്നിട്ട് അമ്മ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ വന്നെങ്കിൽ ഇവിടെ കാണാൻ പാടില്ലേ, അമ്മ എന്തായാലും വന്നിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും വരുള്ളൂ എന്ന്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വേഗം തന്നെ ഈ പരമൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരെ, ഇവിടെയാണെങ്കിൽ ആരുമില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ കരുണ ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട്. കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇത് ആരെയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറെ ആരെയല്ല, 2-3 ഗുണ്ടകളോടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന്. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, ഗുണ്ടകളെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നമുക്കൊന്നും ഇല്ലാണ്ടായി, ഇനി ആ മഹാലക്ഷ്മിയും കണ്ണനും കുഞ്ഞുമായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണ്ട, മഹാലക്ഷ്മിയും കുഞ്ഞും ഇങ്ങോട്ട് വരട്ടെ, അതോടുകൂടി അവരുടെ ആയുസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ കണ്ണൻ അവരുടെ കാര്യം ഓർത്ത് കരഞ്ഞ് ജീവിച്ചാൽ മതി എന്ന്. അത് കേട്ടതും ഈ കരുണയ്ക്കാണെങ്കിൽ എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം മഹാലക്ഷ്മിയോടും കണ്ണനോടും ഒന്നും കരുണയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഉണ്ണിയുടെ സ്വഭാവം കാണുമ്പോൾ കരുണയ്ക്ക് തോന്നുന്നത് ഉണ്ണീനേക്കാളും ഭേദം കണ്ണൻ തന്നെയാണ്. അത് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്ത ഇയാൾ കുറേ കഴിഞ്ഞാൽ എന്നെ കൊല്ലാനും മടിക്കൂല, ഇയാൾക്ക് ആകെ വേണ്ടത് സ്വത്തും പണവും മാത്രം, എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വഭാവം തന്നെ ഇയാൾക്കെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിച്ച് നിൽക്കാമെന്ന് ചോദിക്കുമ്പം അതൊക്കെ വേണം ഉണ്ണിയേട്ടാ, അതെന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ നമ്മളിവിടെ നിന്ന് ഇറക്കി വിടൂലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമാവില്ല, അതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളെ ഞാനിപ്പോൾ
കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കണേ. അതിനൊക്കെ ഒരുപാട് പണം ചിലവാക്കണ്ടേന്ന് വയ്ക്കുമ്പം ഒത്തിരി പണമൊന്നും ചിലവാക്കണ്ട, എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ കുറേ പൈസ എടുക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കാം, എന്നാലും നഷ്ടമൊന്നുമില്ല. അവരും ആ കുഞ്ഞും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം കിട്ടാൻ പോണത് എനിക്കല്ലേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇതൊക്കെ ആവശ്യമില്ലാത്തതിന് ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛനും അമ്മാവനും ജയിലില്ല, ഇനിയിപ്പോൾ ഉണ്ണിയേട്ടനും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറയുമ്പം അവരെ കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ അയാൾ വേറെ വിവാഹമൊന്നും കഴിക്കൂലല്ലോ, അപ്പോൾ ഈ കമലേശ്വരത്തെ സ്വത്തെല്ലാം എനിക്കാണ് കിട്ടാൻ പോണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കമലേശ്വരത്തേക്ക് ആ 3 ഗുണ്ടകൾ വരാണ്. അവർ വന്നതും കരുണയാണെങ്കിൽ മുകളിൽ നിന്ന് ആ ഗുണ്ടകളെ കാണുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ കരുണയ്ക്കൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് മഹാലക്ഷ്മീനെയും കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ കണ്ണേട്ടൻ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുമാത്രമല്ല എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് അവിടെയും ജീവിക്കാൻ പറ്റില്ല ഇവിടെയും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കരുണ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ ഈ ഗുണ്ടകളെയും കൊണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും കിടക്കുന്ന റൂമും വ്യക്തമായിട്ട് തന്നെ ഈ ഗുണ്ടകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇത് മതി സാറേ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾ എന്നാ ഇങ്ങോട്ട് വരണ്ടേന്ന് വയ്ക്കുമ്പം അതൊക്കെ ഞാൻ വിളിച്ചു പറയാം, അപ്പം നിങ്ങൾ വന്നാൽ മതി, എന്തായാലും തൽക്കാലം നിങ്ങൾ പോക്കോ അമ്മ വന്നതിന് മുമ്പെന്ന്. അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ ദുർഗ അങ്ങോട്ട് വരുന്നത്. ദുർഗ വന്ന് ഇറങ്ങിയതും ഈ വീട്ടിൽ നിന്ന് ഗുണ്ടകൾ 3 ഇറങ്ങി വന്നെ കാണുമ്പോൾ തന്നെ ദുർഗയ്ക്ക് സംശയമാവുന്നുണ്ട് ഇതാരാന്നുള്ള രീതിയിൽ. എന്തായാലും ഇവർ സാധാരണക്കാരൊന്നുമല്ല, ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ക്രിമിനലുകളാണ്. ഇനിയിപ്പോൾ ഉണ്ണി എന്നെയും കണ്ണനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഏർപ്പാട് ചെയ്തതാണോ? ഉണ്ണി ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല, അവന് ആ വാമദേവൻ്റെയും മേഘനാഥൻ്റെയും സ്വഭാവമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദുർഗ ഇറങ്ങി വന്നതും ഈ ഗുണ്ടകളും ഉണ്ണിയും ദുർഗയെ കാണുന്നുണ്ട്. ദുർഗയെ കണ്ടതും ഉണ്ണി നിന്ന് പരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാടാന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ കൂട്ടുകാരാന്ന് പറയണു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാരോ? ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കൂട്ടുകാരെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ, സത്യം പറയടാ ഇതാരാന്ന് ചോദിച്ചതും ഉണ്ണിയാണെങ്കിൽ ഗുണ്ടകളോട് നിങ്ങൾ പോയിക്കോ എന്ന് പറയണു. അങ്ങനെ ആ ഗുണ്ടകൾ അങ്ങോട്ട് പോയതും ദുർഗയാണെങ്കിൽ ആകെ സംശയത്തിൽ ഇങ്ങനെ ഉണ്ണീനെയും ഗുണ്ടകളെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും ഒന്നും ചെയ്യാൻ ഗുണ്ടകൾക്ക് പറ്റില്ല. തിരിച്ചടി കിട്ടാൻ പോകുന്നത് നമ്മളുടെ ഉണ്ണിക്ക് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.